നമസ്തേ, ഞാൻ ഡോക്ടർ അൻശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. ഇന്ന് നമുക്ക് നോക്കാം ഈ മുട്ടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. കാൽമുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. ഫീമർ, ടിബിയ, ഫിബില, അതിൻ്റെ മുകളിലൊരു പാറ്റല്ല, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ജോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ 4 ലിഗമെന്റ്സ്, 2 മിനിസ്കസ് പ്ലസ് ഒരു കാർട്ടിലേജ്, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് മുട്ടിൻ്റെ ഒരു അനാറ്റമി എന്ന് പറയുന്നത്. അപ്പം മെയിൻലി നമുക്കൊരു 90% ഓഫ് മുട്ടുവേദനയുടെയും കാരണം എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, അതായത് സന്ധിവാദം. ഈ സന്ധിവാദം നമുക്ക് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം ഡീജനറേറ്റീവ് ആണ്. നമ്മുടെ കുഷൻ അല്ലെങ്കിൽ ഈ കാർട്ടിലേജ് തേയുന്നത് കൊണ്ട് എല്ലുകളുടെ ഗ്യാപ്പ് അടുക്കുകയും ഒപ്പം നീർക്കെട്ട് ഉണ്ടാവുകയും ഒരു ഡീജനറേറ്റീവ് ഫേസിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു 90% ഓഫ് മുട്ടുവേദനയുടെയും കാരണം. പിന്നെ അതല്ലാണ്ട് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലിഗമെന്റ് ടയറോ അല്ലെങ്കിൽ മെനിസ്കൽ ടിയറോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്യൂമറോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മുട്ടുവേദന വരാറുണ്ട്. മുട്ടുവേദന നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക. അതോടൊപ്പം ക്വാഡ്രിസെപ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യേണ്ടതാണ്. മറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വിറ്റമിൻ D3 അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെ വിറ്റമിൻ ഇയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദത്തിൽ രാസ്നാദി കഷായം, പുനർനവാദി, നീർക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ധന്വന്തരം തുടങ്ങിയ കഷായങ്ങളൊക്കെ ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സാ രീതി. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജാനുവസ്തിയാണ്, അതായത് മുട്ടിൽ നമ്മളൊരു വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ യുക്തമായിട്ടുള്ള എണ്ണ കെട്ടി നിർത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. ഇത് വന്നിട്ട് നമ്മളുടെ ഈ കാർട്ടിലേജിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മുട്ടിൽ ഏതെങ്കിലും രീതിയിൽ നീർക്കെട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് മാത്രമല്ല നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്, മുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആവിക്കിഴി കൊടുക്കാറുണ്ട്, നാരങ്ങക്കിഴി കൊടുക്കാറുണ്ട്. അത് എനിക്ക് നല്ല നീരുള്ള ഒരു മുട്ടാണെങ്കിൽ നമ്മൾ ധാന്യാമ്ലധാര തുടങ്ങിയ ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ചെയ്യുന്നത്. ഒരു 7 മുതൽ 14 ദിവസം കൊണ്ട് ഒരു ഏർലി ഡീജനറേറ്റീവ് ഫേസ് കൊണ്ടുള്ള മുട്ടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സിവിയർ ഡീജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് താൽക്കാലികമായിട്ട്, ഇപ്പം സർജറിക്ക് പോകാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് താൽക്കാലികമായിട്ടുള്ള റിസൾട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെയോടൊപ്പം നമ്മൾ മെഡിസിൻസും മറ്റും കഴിച്ചാൽ ഒരു പരിധി വരെ മുന്നോട്ട് പോകും. പക്ഷേ പൂർണ്ണമായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഒരു ഏർലി ഡീജനറേഷനിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഗുണപ്രദമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് പ്രായമായവർക്കല്ല, ഇപ്പോൾ 40 ഇയേഴ്സ് ഉള്ളവരിലൊക്കെ മുട്ടുവേദന വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്.